ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് ജനുവരി 1 ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. അതുപോലെ ഈ 2025 നിങ്ങൾക്ക് നല്ലൊരു വർഷമായിക്കൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ O.Henry എഴുതിയ ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. ഇന്ന് O.Henryയെക്കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം 600 ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ടെന്നാണ് കണക്ക്. അപ്പം നമുക്ക് നമ്മുടെ O.Henry എഴുതിയ ആഫ്റ്റർ 20 ഇയേഴ്സ് എന്നുള്ള ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. നമുക്ക് തുടങ്ങാം. ദ കോപ്പ് മൂവ്ഡ് അലോങ് ദ സ്ട്രീറ്റ്. കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസ് മാൻ. അപ്പോൾ പോലീസ്മാൻ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ തെരുവെന്ന് പറയും. അപ്പോൾ ആ തെരുവിലൂടെ നടക്കുവാണ്. ലുക്കിംഗ് സ്ട്രോങ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ പോലീസ്മാനെ കണ്ട നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണിനെ പോലെയുണ്ട്. ദിസ് വാസ് ദ വേ ഹി ഓൾവേസ് മൂവ്ഡ്. ഈ സെൻറ്റൻസ് ഡിസ്ക്രൈബ് ചെയ്യുവാണ് ഹൗ എ പോലീസ് ഓഫീസർ മൂവ്സ് അലോങ് ദ സ്ട്രീറ്റ്. ആ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നത് എന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ. ഹി വാസ് നോട്ട് തിങ്കിങ് ഓഫ് ഹൗ ഹി ലുക്ഡ്. അതായത് അയാളുടെ അപ്പിയറൻസിൽ വലിയ ബോധമൊന്നുമല്ല. ദർ വർ ഫ്യൂ പീപ്പിൾ ഓൺ ദ സ്ട്രീറ്റ് ടു സീ ഹിം. ആ സ്ട്രീറ്റിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ പോലീസ്മാനെ കാണാൻ വേണ്ടി. ഇറ്റ് വാസ് ഓൺലി അബൌട്ട് 10 at night. അത് ടൈം സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 10 മണിയാണ്. ബട്ട് വാസ് കോൾഡ്. നല്ല തണുപ്പുണ്ട്. ആൻഡ് ദർ വാസ് എ വിൻഡ് വിത്ത് എ ലിറ്റിൽ റെയിൻ ഇൻ ഇറ്റ്. അതുപോലെ കാറ്റുണ്ട്, അതുപോലെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഹി സ്റ്റോപ്ഡ് ദ ഡോർസ് ആസ് ഹി വാക്ക്ഡ് എലോങ്. അപ്പം അയാൾ നടക്കുമ്പോൾ വാതിൽ അതായത് ഓരോ വാതിലുകൾ വരുമ്പോൾ, അതായത് വല്ല ബിൽഡിംഗ് ആയിരിക്കാം, ബിൽഡിങ്സിൻ്റെ വാതിൽ, വീടുകളുടെ വാതിൽ ജസ്റ്റ് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് അയാൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ട്രൈങ് ഈച്ച് ഡോർ ടു ബി ഷുവർ ദാറ്റ് ഇറ്റ് വാസ് ക്ലോസ്ഡ് ഫോർ ദ നൈറ്റ്. അപ്പം ചെക്ക് ചെയ്യുകയാണ് എല്ലാ ഡോറും ക്ലോസ്ഡ് ആണോ നൈറ്റിൽ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. നൗ ആൻഡ് ദെൻ ഹി ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ മൂവ്മെൻറ്റ്. അപ്പോൾ ജസ്റ്റ് അയാളുടെ മൂവ്മെൻറ്റ്, അയാൾ അങ്ങോട്ട് നോക്കുന്നു, ആ സ്ട്രീറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുന്ന ഒരു മൂവ്മെൻറ്റിനെ പറയുവാണ്. ഹി വാസ് എ ഫൈൻ ലുക്കിംഗ് കോപ്പ്, വാച്ച്ഫുൾ, ഗാർഡിങ് ദ പീസ്. അപ്പോൾ ഫൈൻ ലുക്കിംഗ് മീൻസ് ഹി ഈസ് വെരി അട്രാക്റ്റീവ്, ഗുഡ് ലുക്കിംഗ് ആണ്. അത് വാച്ച്ഫുൾ, അതുപോലെ ഗാർഡിങ് ദ പീസ്, അതായത് സമാധാനം കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു നിലയിലുള്ള ഒരു പോലീസ്മാനാണ്. പീപ്പിൾ ഇൻ ദിസ് പാർട്ട് ഓഫ് ദ സിറ്റി വെൻ ഹോം ഏർലി. അപ്പോൾ ഈ സിറ്റിയിൽ പാർട്ടിൽ ആ സ്ട്രീറ്റിലുള്ള ആളുകളൊക്കെ നേരത്തെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞു. നൗ ആൻഡ് ദെൻ യു മൈറ്റ് സീ ദ ലൈറ്റ്സ് ഓഫ് എ ഷോപ്പ് ഓർ ഓഫ് എ സ്മോൾ റെസ്റ്റോറൻറ്റ്. അവിടെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ലൈറ്റുകളൊക്കെ കാണാം, അത് വെളിച്ചം കാണാം. ഷോപ്പിൻ്റെയോ ഇല്ലെങ്കിൽ ചെറിയ സ്മോൾ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ വെളിച്ചം അവിടെ ഇവിടെയും കാണാം. ബട്ട് മോസ്റ്റ് ഓഫ് ദ ഡോർസ് ബിലോങ് ടു ബിസിനസ് പ്ലേസസ് ദാറ്റ് ഹാഡ് ബീൻ ക്ലോസ്ഡ് അവേഴ്സ് എഗോ. പക്ഷേ ബിസിനസ് പ്ലേസസിലുള്ള ഡോർസ് എല്ലാം, വാതിലുകളെല്ലാം അടച്ചു, അതെല്ലാം ക്ലോസ്ഡായി. അവേഴ്സ് എഗോ, മണിക്കൂറുകൾക്ക് മുമ്പേ അതെല്ലാം ക്ലോസ്ഡായി. ദെൻ ദ കോപ്പ് സഡൻലി സ്ലോഡ് ഹിസ് വർക്ക്. അത് കഴിഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ആൾ കുറച്ച് സ്ലോ ആക്കി. നിയർ ദ ഡോർ ഓഫ് എ ഡാർക്കൻ ഷോപ്പ് എ മാൻ വാസ് സ്റ്റാൻഡിങ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിൻ്റെ വാതിലിൻ്റെ അടുത്ത് ഒരു ആൾ നിൽക്കുന്നുണ്ട്. ആസ് എ കോപ്പ് വാക്ക് ടുവേർഡ്സ് ഹിം ദ മാൻ സ്പോക്ക് ക്വിക്ക്ലി. അപ്പം ഈ കോപ്പ്, അത് പോലീസ്മാൻ, ആ മനുഷ്യൻ്റെ അടുത്ത്, ആ നിൽക്കുന്ന മനുഷ്യൻ്റെ അടുത്തോട്ട് നടന്നപ്പോഴത്തേക്ക് ആ മനുഷ്യൻ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇറ്റ്സ് ഓൾ റൈറ്റ് ഓഫീസർ, ഹി സെഡ്, ഐ ആം വെയിറ്റിംഗ് ഫോർ എ ഫ്രണ്ട്. അപ്പോൾ അയാൾ പെട്ടെന്ന്, രാത്രിയാണ്, എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഡോറെല്ലാം ക്ലോസ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോലീസ് നടക്കും. അപ്പോൾ ആ പോലീസ്മാൻ നടക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഈ നിൽക്കുന്ന ആളും പെട്ടെന്ന് പറഞ്ഞു, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എന്ന എക്സ്പ്ലനേഷൻ കൊടുത്ത് പെട്ടെന്ന്. 20 years ago we agreed to meet here tonight. Tonight means ഇന്ന് രാത്രി. അപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ടും അഗ്രി ചെയ്തിരുന്നു, ഞങ്ങൾ ഈ നൈറ്റിൽ, ഈ ദിവസം ഞങ്ങൾ മീറ്റ് ചെയ്യുമെന്ന്. ഇറ്റ് സൗണ്ട് സ്ട്രേഞ്ച് ടു യു. നിങ്ങൾക്കത് വിചിത്രമായി തോന്നിയേക്കാം ഞാൻ ഈ പറയുന്നത്. ഡസൻറ്റ് ഇറ്റ് എന്ന് ചോദിക്കുവാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇഫ് യു വോണ്ട് ടു ബി ഷുവർ ദാറ്റ് എവറിത്തിങ് ഈസ് ഓൾറൈറ്റ്. അപ്പം ഒരു പോലീസ് ഓഫീസറാണല്ലോ, അപ്പോൾ സംശയാസ്പദമായി അയാളെ നോക്കാതിരിക്കാൻ വേണ്ടി അയാൾ പറയുവാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എല്ലാം കറക്റ്റാണ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ 20 years ago there was a restaurant where the shop stands. അപ്പം ഇവിടെ ഈ ഷോപ്പ് നിൽക്കുന്നിടത്ത് 20 years ബിഫോർ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 20 years ബിഫോർ അയാൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെന്നും അയാൾ 20 years ബിഫോർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെല്ലാം ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ കള്ളത്തരമല്ല പറയുന്നത്, സത്യമാണ് പറയുന്നത് എന്നുള്ളതിന് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. about 20 years ago there was a restaurant where the shop stands. അപ്പം 20 years ബിഫോർ ഈ സ്റ്റോപ്പ് നിൽക്കുന്നിടത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ബിഗ് ജോബ് ബ്രാഡീസ് റെസ്റ്റോറൻറ്റ്. ഇറ്റ് വാസ് ഹിയർ അൺടിൽ 5 years ago സെഡ് ദ കോപ്പ്. അപ്പോൾ ഓക്കെ, കോപ്പിന് മനസ്സിലായി 5 വർഷം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ്. ദ മാൻ നിയർ ദ ഡോർ ഹാഡ് എ കളർലെസ് സ്ക്വയർ ഫേസ്. ഇനി ആ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ് അയാൾ.
ദ മാൻ നിയർ ദ ഡോർ ഹാഡ് എ കളർലെസ് സ്ക്വയർ ഫേസ്. ഇത്തിരി നിറക്കുറവായിട്ട് സ്ക്വയർ ഫേസ് എന്ന് വെച്ചാൽ അയാളുടെ ഫേസിൻ്റെ ഷേപ്പിനെ പറയും, നമ്മൾ ഓവൽ ഷേപ്പ് അങ്ങനെയൊക്കെ പറയത്തില്ല, അതുപോലെ സ്ക്വയർ ഫേസ് വിത്ത് ബ്രൈറ്റ് ഐസ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഐസാണ്. ആൻഡ് എ ലിറ്റിൽ വൈറ്റ് മാർക്ക് നിയർ ഹിസ് റൈറ്റ്. അപ്പോൾ റൈറ്റ് ഐയുടെ അത് വലത് കണ്ണിൻ്റെ അടുത്തായിട്ട് ഒരു വൈറ്റ് മാർക്ക് ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ലാർജ് ജുവൽ ഇൻ ഹിസ് നെക്ക് ടൈ. ഈ നെക്ക് ടൈയിൽ ഒരു ലാർജ് ജുവൽ അണിഞ്ഞിരുന്നു. 20 years ago tonight, said the man. അപ്പം പറയുവാണ്, 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ രാത്രിയിൽ ഐ ഹാഡ് ദ ഡിന്നർ ഹിയർ വിത്ത് ജിമ്മി വെൽസ്. അപ്പോൾ അയാളുടെ ഫ്രണ്ടിൻ്റെ പേരാണ് ജിമ്മി വെൽസ്. ഞാനും എൻ്റെ ഫ്രണ്ട് ജിമ്മി വെൽസും ഇവിടെ ഡിന്നർ കഴിച്ചിരുന്നു. ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ദ ബെസ്റ്റ് ഫെലോ ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ജിമ്മി വെൽസാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ ഈ വേൾഡിലെ ബെസ്റ്റ് ആളും എന്നെ സംബന്ധിച്ചിടത്തോളം ജിമ്മി വെൽസാണ് എന്ന് ആ മാൻ പറയുവാണ്. ആരുടെക്ക്? ആ പോലീസ്മാനോട്. ഹീ ആൻഡ് ഐ ഗ്രൂ അപ്പ് ടുഗദർ ഹിയർ ഇൻ ന്യൂയോർക്ക്. അപ്പം ഞാനും അവനും, അതായത് ജിമ്മി വെൽസും ന്യൂയോർക്കിലായിരുന്നു വളർന്നത്. ലൈക്ക് 2 ബ്രദേഴ്സ്. എങ്ങനെയായിരുന്നു? 2 സഹോദരങ്ങളെ പോലെ, അത്ര സ്നേഹത്തോടെ. ഐ വാസ് 18 ആൻഡ് ജിമ്മി വാസ് 20. എനിക്ക് 18 വയസ്സും ജിമ്മിക്ക് 20 ഇയേഴ്സുമായിരുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വാസ് ടു സ്റ്റാർട്ട് ഫോർ ദ വെസ്റ്റ്. അപ്പം വാസ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ജേർണി എന്നർത്ഥം. ഓക്കെ, യാത്ര. അപ്പം ഞാൻ വെസ്റ്റിലോട്ട് യാത്ര തിരിച്ചു. ഐ വാസ് ഗോയിങ് ടു ഫൈൻഡ് എ ജോബ് ആൻഡ് മേക്ക് എ ഗ്രേറ്റ് സക്സസ്. അപ്പം ഞാൻ എന്തിനാണ് വെസ്റ്റിലോട്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ജോലി അന്വേഷിച്ചും അതുപോലെ അവിടെ പോയി ജോലി അന്വേഷിച്ചും എൻ്റെ ലൈഫിൽ ഞാൻ സക്സസ് ആകാൻ വേണ്ടിയാണ് ഞാൻ പോയത്. യു കുഡൻറ്റ് ഹാവ് പുൾഡ് ജിമ്മി ഔട്ട് ഓഫ് ന്യൂയോർക്ക്. ഹി തോട്ട് ഇറ്റ് വാസ് എ ഓൺലി പ്ലേസ് ഓൺ എർത്ത്. അത് ജിമ്മിയെ നമുക്ക് ഈ ന്യൂയോർക്കിൽ നിന്ന് കൊണ്ടുപോകാൻ, മീൻസ് വിളിച്ചാൽ അവൻ വരില്ല എന്നൊരു മീനിങ് വരത്തില്ലേ. കാരണം ജിമ്മിക്ക് ഈ എർത്തിൽ ആകെ കൂടെ ഉള്ളൊരു പ്ലേസ്, മീൻസ് അവൻ്റെ വിചാരം ആകെ കൂടെ ഉള്ളൊരു പ്ലേസ് എന്ന് വെച്ചാൽ ന്യൂയോർക്കാണ് എന്നാണ് ജിമ്മി വിചാരിക്കുന്നത്. വെച്ചാൽ ജിമ്മി ലൈക്സ് ന്യൂയോർക്ക്. മേ ബി നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. We agreed that night that we would meet here again in 20 years. അപ്പം ഞങ്ങൾ ആ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രി ചെയ്തായിരുന്നു. 20 ഇയേഴ്സിന് ശേഷം, 20 വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. We thought that in 20 years we would know what kind of men we were and what future waited for us. അപ്പം അവർ കരുതി, അതായത് 20 വർഷത്തിനുള്ളിൽ, അത് 20 ഇയേഴ്സിനുള്ളിൽ വാട്ട് ദേ വിൽ ബിക്കം ഇൻ ഫ്യൂച്ചർ. നമുക്കറിയാനൊക്കത്തില്ല നമ്മൾ ഫ്യൂച്ചറിൽ എന്താകുമെന്ന്. അപ്പോൾ അവർ കരുതി ഈ 20 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താകും, അതായത് എവിടെ നമ്മൾ റീച്ച് ചെയ്യും, ഏത് ഹൈറ്റിൽ റീച്ച് ചെയ്യും, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ എന്തായിരിക്കും. ഇറ്റ് സൗണ്ട് ഇൻട്രസ്റ്റിംഗ് സെഡ് ദ കോപ്പ്. അപ്പോഴത്തേക്ക് പോലീസ്മാൻ പറഞ്ഞു, ഓ ഇറ്റ് സൗണ്ട് വണ്ടർഫുൾ, ഡിലൈറ്റ്ഫുൾ എന്നൊക്കെ പറയത്തില്ല, അത് തന്നെ. എ ലോങ് ടൈം ബിറ്റ്വീൻ മീറ്റിംഗ്സ് ഇറ്റ് സീംസ് ടു മീ. ഹാവ് യു ഹേർഡ് ഫ്രം യുവർ ഫ്രണ്ട് സിൻസ് യു വെൻറ്റ് വെസ്റ്റ്. ഈ ഹാവ് യു ഹേർഡ് ഫ്രം യുവർ ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇഫ് യു ഹാവ് റിസീവ്ഡ് എ മെസ്സേജ്, അതായത് ഈ 20 ഇയേഴ്സിൽ നിങ്ങൾക്ക് വല്ല മെസ്സേജ് കിട്ടിയോ, അതോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ അയച്ചോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൺ കോൾ വഴി ബന്ധപ്പെട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹാവ് യു ഹേർഡ് ഫ്രം യുവർ ഫ്രണ്ട് സിൻസ് യു വെൻറ്റ് വെസ്റ്റ്. Yes, for a time എന്ന് വെച്ചാൽ for a short period. So yes, for a time we did write to each other. ഞങ്ങൾ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുമായിരുന്നു, said the man. ബട്ട് ആഫ്റ്റർ എ ഇയർ ഓർ 2 വി സ്റ്റോപ്പ്. പക്ഷേ ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. ദ വെസ്റ്റ് ഈസ് ബിഗ്. ഇനി ആ വെസ്റ്റ്, നമ്മുടെ മാൻ, ആ കോപ്പിൻ്റെ അടുത്ത് സംസാരിക്കുന്ന മനുഷ്യൻ ആ വെസ്റ്റിനെ കുറിച്ച് സംസാരിക്കുവാണ്, അയാൾ ഇരുന്ന പ്ലേസിനെ കുറിച്ച്. ദ വെസ്റ്റ് ഈസ് ബിഗ്. ഐ മൂഡ് അറൗണ്ട് എവ്രിവെയർ ആൻഡ് ഐ മൂഡ് ക്വിക്ക്ലി ബട്ട് ഐ നോ ദാറ്റ് ജിമ്മി വിൽ മീറ്റ് മീ ഹിയർ ഇഫ് ഹി ക്യാൻ. അപ്പം വെസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. വെസ്റ്റ് അയാൾ എല്ലായിടത്തും അവിടെ എല്ലാം പോയിട്ടുണ്ട്, വെസ്റ്റിലുള്ള ആ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. എനിക്കറിയാം ജിമ്മി എന്നെ കാണാൻ വരും ഇവിടെ. ഹി വാസ് ആസ് ട്രൂ ആസ് എനി മാൻ ഇൻ ദ വേൾഡ്. നല്ല സത്യസന്ധനായ ഒരു മനുഷ്യനാണ്, വാക്ക് പാലിക്കും എന്ന് ജസ്റ്റ് പറയുക. ഹി വിൽ നെവർ ഫർഗെറ്റ്. അവൻ ഒരിക്കലും മറക്കില്ല. ഐ കെയിം 1000 miles ടു സ്റ്റാൻഡ് ഹിയർ ടു നൈറ്റ്. അപ്പം ഞാനിവിടെ വന്നത് 1000 മൈൽ യാത്ര ചെയ്താണ് ഞാൻ ഈ സ്ഥലത്ത്, അവർ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുന്നത്. ബട്ട് ഐ വിൽ ബി ഗ്ലാഡ് അബൌട്ട് ദാറ്റ് ഇഫ് മൈ ഓൾഡ് ഫ്രണ്ട് കംസ് ടു. എനിക്ക് സന്തോഷമായിരിക്കും എൻ്റെ ഫ്രണ്ട് ജിമ്മി വെൽസ് വന്നെങ്കിൽ. The waiting man took out a fine watch. Took out എന്ന് പറഞ്ഞാൽ പുൾ ഔട്ട്. ഒരു നല്ലൊരു വാച്ച് എടുക്കുവാണ്, കവേർഡ് വിത്ത് സ്മോൾ ജുവൽസ്. ആ വാച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത്, ചെറിയ ജുവൽസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊരു വാച്ചായിരുന്നു. 3 minutes before 10, അതായത് 9:57 ആയി. He said it was 10 that night when we said goodbye here at the restaurant. അപ്പം പഴയ കാര്യം ഓർക്കുവാണ്. ഒരു 10 മണി ടൈമായിരുന്നു, രാത്രി 10 മണിയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞ് പോകുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന്. അറ്റ് ദ റെസ്റ്റോറൻറ്റ് ഡോർ. യു വാസ് സക്സസ്ഫുൾ ഇൻ ദ വെസ്റ്റ് വെറൻറ്റ് യു ആസ് ദ കോപ്പ്. അപ്പം ഈ പോലീസ്മാൻ ചോദിക്കുവാണ്, താൻ വെസ്റ്റിൽ എങ്ങനെ നല്ല സക്സസ് ആയിരുന്നില്ലേ, ഇങ്ങനെ എന്ന് വെച്ചാൽ തൻ്റെ ലൈഫ് സക്സസ്ഫുൾ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുവാണ്.
ഐ ഷുവർലി വാസ്. ഹി വാസ് വെരി സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുകയാണ്. ഐ ഹോപ്പ് ജിമ്മി ഹാസ് ഡൺ ഹാഫ് ആസ് വെൽ. ഈ ഹാഫ് ആസ് വെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആയതിൻ്റെ പാതിയെങ്കിലും അവനും സക്സസ് ആയി കാണും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ജിമ്മി ഹാസ് ഡൺ ഹാഫ് ആസ് വെൽ. ഹി വാസ് എ സ്ലോ മൂവർ. ജിമ്മി ഒരു സ്ലോ മൂവറാണ്, ഇത്തിരി സ്ലോ ആണ്. പക്ഷേ ഞാൻ സക്സസ് ആയതിൻ്റെ പാതിയെങ്കിലും അവൻ സക്സസ് ആയി കാണും. ഐ ഹാവ് ഹാഡ് ടു ഫൈറ്റ് ഫോർ മൈ സക്സസ്. അപ്പം നമ്മുടെ ഈ മനുഷ്യൻ പറയുവാണ്, ഞാൻ സക്സസ്ഫുൾ ആയതിന് ഞാൻ നിറയെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ ഹാവ് ടു ഫൈറ്റ് ഫോർ മൈ സക്സസ്. ഇൻ എ മാൻ ഡസൻ ചേഞ്ച് മച്ച്. ഇൻ ദ വെസ്റ്റ് യു ലേൺ ഹൗ ടു ഫൈറ്റ് ഫോർ വാട്ട് യു ഗെറ്റ്. അപ്പം ന്യൂയോർക്കിൽ പ്രത്യേകിച്ച് ആർക്കും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരത്തില്ല. പക്ഷേ വെസ്റ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, വെസ്റ്റിൽ ഒരു കാര്യം കിട്ടണമെങ്കിൽ നല്ല ഫൈറ്റ് ആണ്, അത് സക്സസ്ഫുൾ ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം എന്നൊരു രീതിയിൽ പറയുവാണ്. The cop took a step or two. അപ്പോൾ ഒരു 1-2 സ്റ്റെപ്പ് ജസ്റ്റ് നടന്നിട്ട് ഐ വിൽ ഗോ ഓൺ മൈ വേ ഹി സെഡ്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പോവാണ്. ഐ ഹോപ്പ് യുവർ ഫ്രണ്ട് കംസ് ഓൾ റൈറ്റ്. അപ്പോൾ പറയാണ് നിങ്ങളുടെ ഫ്രണ്ട് വരുമായിരിക്കും. ഇഫ് ഹി ഇസിൻറ്റ് ഹിയർ അറ്റ് 10 ആർ യു ഗോയിങ് ടു ലീവ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ 10 മണിക്ക് എത്തിയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകാൻ പോവാണോ എന്നോട് ചോദിക്കുന്നുണ്ട്. ഐ ആം നോട്ട് സെഡ് ദ അതർ. അപ്പോൾ മാൻ പറയുവാണ് ഇല്ല. ഐ വിൽ വെയിറ്റ് ഹാഫ് ആൻ അവർ അറ്റ് ലീസ്റ്റ്. ഇഫ് ജിമ്മി ഈസ് അലൈവ് ഓൺ എർത്ത് ഹി വിൽ ബി ഹിയർ ബൈ ദാറ്റ് ടൈം. അപ്പോൾ പറയുകയാണ് ഇല്ല, ഞാൻ ഒരു അരമണിക്കൂറുടെ വെയിറ്റ് ചെയ്യും. ജിമ്മി ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഹി വിൽ ബി ഹിയർ ബൈ ദാറ്റ് ടൈം, ഇവിടെ എത്തിയിരിക്കും എന്ന് വിശ്വസിക്കുവാണ്. ഗുഡ് നൈറ്റ് ഓഫീസർ. എന്നിട്ട് അയാൾ ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ് സെഡ് ദ കോപ്പ്. പോലീസ്മാനും തിരിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞു. ആൻഡ് വാക്ക്ഡ് എവേ ട്രൈയിങ് ഡോർസ് ആസ് ഹി വെൻറ്റ്. ട്രൈയിങ് ഡോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആക്ട് ഓഫ് ചെക്കിങ് ഇഫ് ഡോർസ് ആർ അൺലോക്ക്ഡ്. അത് ചെക്ക് ചെയ്യുവാണ്, ഡോർസ് ലോക്ക്ഡ് ആണോ അൺലോക്ക്ഡ് ആണോ. ജസ്റ്റ് അതായിരുന്നല്ലോ ആ കോപ്പ് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നമ്മളത് ഫസ്റ്റുള്ള പാരഗ്രാഫ് റീഡ് ചെയ്യുമ്പോൾ. There was now a cold rain falling and the wind was stronger. ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത അന്തരീക്ഷമാണ്, നല്ല മഴ പെയ്യാൻ തുടങ്ങി, വിൻഡും നല്ല സ്ട്രോങ് ആയി. The few people walking along the street were hurrying, trying to keep on. അപ്പോൾ നല്ല തണുപ്പ് കൂടിയതുകൊണ്ട് ആളുകളൊക്കെ സ്പീഡായി നടക്കാൻ തുടങ്ങി. They need to reach home. അവർ വീട്ടിലെത്തി കുറച്ച് ചൂട് കൊള്ളാൻ വേണ്ടി, keep warm. And at the door of the shop stood the man who had come 1,000 miles to meet a friend. പക്ഷേ ഈ മനുഷ്യൻ അവിടെ നിന്ന് 1,000 miles ട്രാവൽ ചെയ്ത് വന്ന ഈ മനുഷ്യൻ ആ ഡോറിൻ്റെ അടുത്ത് തന്നെ നിന്നു. സച്ച് എ മീറ്റിംഗ് കുഡ് നോട്ട് ബി സർട്ടൺ ബട്ട് ഹി വെയിറ്റഡ്. അത് ആ മീറ്റിംഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഷുവർ അല്ല, പക്ഷേ അയാൾ അവിടെ വെയിറ്റ് ചെയ്തു. ആഫ്റ്റർ 20 minutes he waited and then a tall man in a long coat came hurrying across the street. അപ്പോൾ ഒരാൾ സ്പീഡാണ് വരുന്നുണ്ട്, കോട്ടൊക്കെ ഇട്ട്, ഒരു ടോൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ സ്പീഡായിട്ട് സ്ട്രീറ്റ് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീ വെൻ ഡയറക്റ്റ്ലി ടു ദ വെയിറ്റിംഗ് മാൻ. അപ്പോൾ ഈ വന്ന മനുഷ്യൻ ഡയറക്റ്റായിട്ട് ആരുടെയൊക്കെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാൻ്റെ അടുത്തോട്ട് വന്നു. ഈസ് ദാറ്റ് യു ബോബ്? ഹി ആസ്ക്ഡ് ഡൗട്ട്ഫുള്ളി. ഒരു ഡൗട്ട്ഫുള്ളി ആയിട്ട് ഒരു സംശയത്തോടെ ചോദിച്ചു, നിങ്ങളാണോ ബോബ്? ഇസ് ദാറ്റ് യു ജിമ്മി വെൽസ്? ക്രൈഡ് ദ മാൻ അറ്റ് ദ ഡോർ. അപ്പോൾ ഈ ക്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയെന്ന് വെച്ചാൽ ആ സന്തോഷത്തിൽ അയാൾ ചോദിക്കുകയാണ്, ഇസ് ദാറ്റ് യു ജിമ്മി വെൽസ്? നിങ്ങളാണോ ജിമ്മി വെൽസ് എന്ന് ചോദിച്ചു തിരിച്ചു. ദ ന്യൂ മാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബോബ് എന്നുള്ളതിന് മാൻ എന്നാണല്ലോ ഇവിടെ ഓൾറെഡി പ്രിഫർ ചെയ്തത്, അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആളുടെയും പേര് പറയുന്നില്ല, ന്യൂ മാൻ എന്ന് ജസ്റ്റ് റെഫർ ചെയ്യുന്നേ ഉള്ളൂ. ദ ന്യൂ മാൻ ടുക്ക് ദ അതേഴ്സ് മാൻസ് ഹാൻഡ് ഇൻ ഹിസ്. അപ്പം ഈ വന്ന മനുഷ്യൻ മറ്റേ ആളുടെ ഇയാളുടെ കയ്യിലിങ്ങനെ ജസ്റ്റ് വെച്ചിട്ട്, ഇറ്റ്സ് ബോബ്, ഇറ്റ് ഷുവർലീസ്. നമ്മൾ ഫ്രണ്ടിനെ കാണുമ്പോൾ പെട്ടെന്ന് കൈ പിടിക്കത്തില്ല, അത് തന്നെ. അപ്പോൾ ഇത് നിങ്ങൾ ബോബ് തന്നെ, കറക്റ്റാണ്, എനിക്ക് ഉറപ്പാണ്. ഇറ്റ് വാസ് സർട്ടൺ ഐ വുഡ് ഫൈൻഡ് യു ഹിയർ ഇഫ് യു വർ സ്റ്റിൽ എലൈവ്. എനിക്ക് ഉറപ്പായിരുന്നു, ഇഫ് യു വർ എലൈവ്, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഞാൻ നിങ്ങളെ കാണുമെന്ന്. 20 years ഇസ് എ ലോങ് ടൈം. 20 വർഷം എന്ന് പറയുന്ന ഒരു നീളമുള്ളൊരു നീളമായിട്ട് കിടക്കുന്ന ഒരു വർഷമാണ്. ഇറ്റ് മീൻസ് ഇറ്റ്സ് എ ലോങ് ടൈം എന്ന് പറയുക. ദ ഓൾഡ് റെസ്റ്റോറൻറ്റ് ഇസ് ഗോൺ. ബോബ് പറയുവാണ്, ബോബ് ആ പഴയ റെസ്റ്റോറൻറ്റ് പോയി. ഐ വിഷ് ഇറ്റ് വെർ ഹിയർ സോ ദാറ്റ് വി കുഡ് ഹാവ് അനദർ ഡിന്നർ ഇൻ ഇറ്റ്. അപ്പം ഞാൻ ആഗ്രഹിച്ചു ആ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്നല്ലേ നമ്മൾ പിരിഞ്ഞത് 20 years ബിഫോർ. ആ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡിന്നർ അവിടെ കഴിക്കാമായിരുന്നു. ഹാസ് എ വെസ്റ്റ് ബീൻ ഗുഡ് ടു യു? അപ്പോൾ ചോദിക്കുവാണ്, വെസ്റ്റ് എങ്ങനെയാണ് നിനക്ക്, നല്ലതായിരുന്നോ, നല്ല ഇടമായിരുന്നോ, നീ സക്സസ് ആയോ എന്ന് ചോദിക്കും. ഇറ്റ് ഗേവ് മീ എവറിത്തിങ് ഐ ആസ്ഡ് ഫോർ. യു ഹാവ് ചേഞ്ച്ഡ് ജിമ്മി, ഐ നെവർ തോട്ട് യു വർ സോ ടോൾ. അപ്പം ബോബ് പറയുവാണ്, ഇറ്റ് ഗേവ് മീ എവറിത്തിങ് മീൻസ് ഞാൻ സക്സസ്ഫുൾ ആയി വെസ്റ്റിൽ. യു ഹാവ് ചേഞ്ച്ഡ്. അപ്പോൾ പറയുന്നത്, ജിമ്മി നീ നിറയെ ചേഞ്ച് ആയി, നീ കുറച്ച് ഹൈറ്റ് മീൻസ് ടോളായി. ഓ ഐ ഗ്രൂ എ ലിറ്റിൽ ആഫ്റ്റർ ഐ വാസ് 20. അപ്പോൾ ചുമ്മാ ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഞാൻ 20 വയസ്സ് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വളർന്നു എന്ന് ജസ്റ്റ് ഒരു തമാശ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു. ആർ യു ഡൂയിങ് വെൽ ഇൻ ന്യൂയോർക്ക് ജിമ്മി? ഓക്കെ, നീ ന്യൂയോർക്കിലല്ലേ, നീ എങ്ങനെയാണ്, സെറ്റിൽഡ് ആയോ, വെൽ സെറ്റിൽഡ് ആയോ? വെൽ ഇനഫ്. ഐ വർക്ക് ഫോർ സിറ്റി
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വർക്ക് ഫോർ സിറ്റി എന്ന് വെച്ചാൽ പെർഫോം വേരിയസ് പബ്ലിക് സർവീസസ് ഹു ഇസ് അപ്പോയിൻറ്റ് ബൈ ദ ഗവൺമെൻറ്. അത് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത് വേരിയസ് പല പല കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തില്ല. ആക്ച്വലി ഇയാളൊരു പോലീസ് ഓഫീസറാണ്. അത് ലാസ്റ്റ് പറയും, കഥയുടെ ലാസ്റ്റ് പറയും നമുക്ക്. Come on Bob, we will go to a place I know and have a good long talk about old times. Okay Bob വാ, എനിക്കറിയാവുന്നൊരു പ്ലേസിൽ നമുക്ക് പോവാം. അവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ പഴയ കാര്യങ്ങളും പഴയ കാലത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. The two men started along the street arm in arm. അപ്പോൾ അവർ രണ്ടുപേരും കൈപിടിച്ച് ആ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ തുടങ്ങി. The man from the west was beginning to tell the story of his life. അപ്പം ബോബിൻ്റെ സ്റ്റോറി എല്ലാം ഇങ്ങനെ പറയുവാണ്. The other with his coat up to his ears listened with interest. അപ്പോൾ ഇയാൾ ജസ്റ്റ് നമ്മുടെ ബോബ് പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല ലിസൺ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്ന് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടന്ന്. At the corner stood a shop bright with electric lights. അപ്പോൾ ഒരു കോർണറിൽ എത്തിയപ്പോഴത്തേക്ക് ആ കോർണറിലെ ഷോപ്പിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് ഒരു തെളിച്ചം ഉണ്ടായിരുന്നു, ഇലക്ട്രിക് ലൈറ്റ്സിൻ്റെയൊക്കെ ഒരു തെളിച്ചം ഉണ്ടായിരുന്നു. When they came near, ആ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് each turned to look at the other's face. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫേസിലോട്ട് നോക്കി. The man from the west stopped suddenly. അപ്പോൾ ബോബ് പെട്ടെന്ന് നിന്ന് കളഞ്ഞു. And pulled his arm. അപ്പോൾ മറ്റേ ആളുമായിട്ട് ആമിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കൈ പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പുൾ ചെയ്ത് കളഞ്ഞു, എന്ന് വെച്ചാൽ കൈ വിട്ട് കളഞ്ഞു. You are not Jimmy Wells, he said. അപ്പോൾ പെട്ടെന്ന് ബോബ് പറഞ്ഞു, നീ ജിമ്മി വെൽസ് അല്ല. 20 years is a long time. 20 വർഷം എന്ന് പറയുന്നത് നീണ്ടതാണ്. But not long enough to change the shape of a man's nose. എന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ നോസ് ഷേപ്പൊന്നും ചേഞ്ച് ആവത്തില്ല. So it sometimes changes a good man into a bad one, said the tall man. അപ്പോൾ ഈ ടോൾ മാൻ പറഞ്ഞു, 20 years എന്ന് പറയുന്ന ഒരു ലോങ് ടൈമാണ്. അതുപോലെ ഒരു മനുഷ്യൻ്റെ നോസ് അതുകൊണ്ട് ഷേപ്പൊന്നും ചേഞ്ച് ചെയ്യത്തില്ല, അതൊക്കെ കറക്റ്റാണ്. ഇറ്റ് സംടൈംസ് ചേഞ്ചസ് എ ഗുഡ് മാൻ ഇൻറ്റു എ ബാഡ് മാൻ. അതായത് നല്ലൊരു മനുഷ്യനെ ഒരു ബാഡ് വൺ ആക്കാൻ ഒക്കും. ഈ 20 years എന്ത് സംഭവിക്കാം മനുഷ്യന്? അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടും. യു ഹാവ് ബീൻ അണ്ടർ അറസ്റ്റ് ഫോർ 10 minutes ബോബ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് മുമ്പ് തന്നെ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് ഈ ടോൾ മാൻ പറയും. ചിക്കാഗോ കോപ്സ് തോട്ട് യു മൈറ്റ് ബി കമ്മിങ് ടു ന്യൂയോർക്ക്. അപ്പം ചിക്കാഗോ പോലീസ്മാൻ അവർക്കൊരു സൂചന കിട്ടിയിരുന്നു, നിങ്ങൾ ന്യൂയോർക്കിൽ വരുന്നതായിട്ട്. ദേ ടോൾഡ് us ടു വാച്ച് ഫോർ യു. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നിരുന്നു നിങ്ങൾ നോക്കാൻ വേണ്ടി. ആർ യു കമ്മിങ് വിത്ത് മീ, അതായത് നിങ്ങളെ ട്രാക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി. ആർ യു കമ്മിങ് വിത്ത് മീ ക്വയറ്റ്ലി, ദാറ്റ്സ് വൈസ്. നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ക്വയറ്റായിട്ട്, ദാറ്റ്സ് വൈസ്, അതായിരിക്കും നിനക്ക് നല്ലത്. ബട്ട് ഫസ്റ്റ് ഹിയർ ഈസ് സംതിങ് ഐ വാസ് ആസ്ക്ഡ് ടു ഗിവ് യു. പക്ഷേ ഓക്കെ, അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഉണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ ഒരു കാര്യം നിനക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഐ വാസ് ആസ്ക്ഡ് ടു ഗിവ് യു. യു മേ റീഡ് ഇറ്റ് ഹിയർ അറ്റ് ദ വിൻഡോ. ഇറ്റ്സ് ഫ്രം എ കോപ്പ് നെയിംഡ് വെൽസ്. ഓക്കെ, നീ ഇവിടെ നിന്ന് റീഡ് ചെയ്യ്, ഈ വിൻഡോയുടെ അടുത്ത് നിന്ന് റീഡ് ചെയ്യ്. ഇത് ആരാ തരാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പോലീസ്മാനാണ്, അയാളുടെ പേരാണ് വെൽസ്. ആക്ച്വലി ഈ വെൽസ് എന്ന് പറയുന്നതാണ് ജിമ്മി വെൽസ്. The man from the west opened the little piece of paper. അപ്പോൾ ഈ ബോബ് ആ ചെറിയ പീസ് ഓഫ് പേപ്പർ ഓപ്പൺ ചെയ്യുവാണ്. His hand began to shake a little as he read. അപ്പം അവനത് റീഡ് ചെയ്തപ്പോഴത്തേക്ക് അവൻ്റെ കൈ ചെറുതായിട്ട് ഷേക്ക് എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ബോബ്, അത് ലെറ്റർ ഇങ്ങനെ പറയുന്നത്, ബോബ്, ഐ വാസ് അറ്റ് ദ പ്ലേസ് ഓൺ ടൈം. നീ വെയിറ്റ് ചെയ്തിരുന്ന എന്നെയല്ലേ, ഞാൻ കറക്റ്റായിട്ട് ആ ടൈമിൽ അവിടെ വന്നിരുന്നു. ഐ സോ ദ ഫേസ് ഓഫ് ദ മാൻ വാണ്ടഡ് ബൈ ചിക്കാഗോ കോപ്സ്. പക്ഷെ ഞാൻ കണ്ട ഫേസ് ആരുടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കാഗോ കോപ്സ് അന്വേഷിക്കുന്ന ഒരു ക്രിമിനലിൻ്റെ ഫേസാണ് ഞാൻ കണ്ടത്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു അറസ്റ്റ് യു മൈസെൽഫ്. എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു. സോ ഐ വെൻറ്റ് ആൻഡ് ഗെറ്റ് അനദർ കോപ്സ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു പോലീസ് ഓഫീസറിനോട് പറഞ്ഞു, ആൻഡ് സെൻഡ് ഹിം ടു ഡു ദ ജോബ്. എന്നിട്ട് ആ പോലീസ് ഓഫീസറിനെ അയച്ചു നിന്നെ അറസ്റ്റ് ചെയ്യാൻ. ബൈ ജിമ്മി വെൽസ്. ആക്ച്വലി ഇവൻ ഒരു ക്രിമിനലായി, അതായത് ബോബ് ക്രിമിനലായി, ബോബിൻ്റെ ഫ്രണ്ട് ജിമ്മി വെൽസ് ഒരു പോലീസ് ഓഫീസറായി. ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ ബോബ് സംസാരിക്കുന്ന ഒരു പോലീസ് ഓഫീസറില്ലേ, അതായിരുന്നു ബോബിൻ്റെ ഫ്രണ്ട് ജിമ്മി വെൽസ്. തീംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വേഴ്സസ് ഡ്യൂട്ടി, അത് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലായി. അതുപോലെ ഹൗ ടൈം ചേഞ്ചസ് പീപ്പിൾ. ഈ വർഷം, ഈ 20 വർഷത്തിൽ അവരെങ്ങനെ ചേഞ്ചായി, അതായത് ഗുഡായിട്ടുള്ള ബോബ് ബാഡായി, ഒരു വാണ്ടഡ് ക്രിമിനൽ ആയത്. ആൻഡ് ക്രൈം ഡസ് നോട്ട് പേ, അതായത് കമ്മിറ്റിങ് എ ക്രൈം, നമ്മളൊരു ക്രൈം ചെയ്യുന്നത് അത് ഭയങ്കര ട്രബിളായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ആ ക്രിമിനൽ, ആ ക്രൈം ചെയ്ത ആൾ എന്തായാലും പിടിക്കപ്പെടുകയും ചെയ്യും, അതുപോലെ അയാൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. I hope you are clear with this explanation. Thank you and have a nice day.